നമസ്കാരം. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് ധനുരാശിക്കാരുടെ ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 2 വരെയുള്ള സമ്പൂർണ്ണ വാരഫലമാണ്. തൊഴിൽ, ധനം, കുടുംബം, പ്രണയം, ആരോഗ്യം, വിദ്യാർത്ഥികൾ, ബിസിനസ്, ഭാഗ്യസൂചനകൾ, വഴിപാട്, മന്ത്രം തുടങ്ങി എല്ലാ പ്രധാന മേഖലയിലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വീഡിയോ അവസാനം വരെ കണ്ടാൽ ഈ ആഴ്ച എന്തൊക്കെ അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ധനുരാശിക്കാർക്ക് ഈ ആഴ്ച പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം വന്നുചേരും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധ നേടാൻ ഈ വാരം നിങ്ങൾക്ക് സാധ്യത കാണുന്നു. ജോലി മാറാൻ ആലോചിക്കുന്നവർക്ക് ഈ വാരം നല്ല വാർത്തകൾ കേൾക്കാം. അഭിമുഖങ്ങളിൽ പങ്കെടുക്കുന്നവർ ആത്മവിശ്വാസത്തോടെ ഈ വാരം മുന്നോട്ടു പോകുക, ഫലം ലഭിക്കും. ബിസിനസ്സുകാർക്ക് പഴയ കുടിശ്ശികകളിൽ ചിലത് ഈ വാരം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. പുതിയ പങ്കാളിത്തങ്ങളിൽ ഉടൻ തീരുമാനമെടുക്കാതെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ശേഷം മാത്രം ഈ വാരം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. ഈ ആഴ്ച വരുമാനം മെച്ചപ്പെടാനുള്ള സാധ്യത നിങ്ങൾക്ക് കാണുന്നു. എന്നാൽ അനാവശ്യ ചെലവുകൾ ഈ വാരം നിങ്ങൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ഈ വാരം നിങ്ങൾക്ക് ചെറിയ നേട്ടങ്ങൾ ലഭിച്ചു തുടങ്ങും. കടം കൊടുക്കുമ്പോഴും കടം വാങ്ങുമ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. വീട്ടിലേക്കോ കുടുംബത്തിലേക്കോ ചില അധിക ചെലവുകൾ ഈ വാരം നിങ്ങൾക്ക് വന്നു ചേരാം. ഒരു കൃത്യമായ ബജറ്റ് തയ്യാറാക്കി നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത് ഈ വാരം സാമ്പത്തിക സമ്മർദ്ദം നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടുന്നതാണ്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഈ വാരം നിങ്ങൾക്ക് ഉണ്ടാകും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകൾ ഈ വാരം മാറിക്കിട്ടാൻ സാധ്യത കാണുന്നു. ദാമ്പത്തിക ജീവിതത്തിൽ പരസ്പര വിശ്വാസം ഈ വാരം കൂടുതൽ ശക്തമാകും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും നിങ്ങൾ അതെല്ലാം ക്ഷമയോടെ സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കുക. മുതിർന്നവരുടെ ഉപദേശം ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ ഗുണകരമാകും. പ്രണയത്തിലുള്ളവർക്ക് ഈ വാരം നല്ല സമയമാണ്. മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ അനുയോജ്യമായ അവസരങ്ങൾ ഈ വാരം പ്രണയിക്കുന്നവർക്ക് ലഭിക്കും. വിവാഹം കഴിക്കാത്തവർക്ക് പുതിയ പരിചയങ്ങൾ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു വാരമാണ്. എന്നാൽ ഒരാൾ പൂർണ്ണമായി മനസ്സിലാക്കാതെ വലിയ തീരുമാനങ്ങൾ ഈ വാരം എടുക്കുന്നത് ഒഴിവാക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ഈ വാരം ആവശ്യമാണ്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ പ്രത്യേക ഒരു സമയക്രമം പാലിച്ച് പഠനത്തിൽ മുന്നേറിയാൽ മികച്ച ഫലം നേടാം. മത്സര പരീക്ഷ എഴുതുന്നവർക്ക് ആത്മവിശ്വാസം ഈ വാരം വർദ്ധിക്കുന്നതായി കാണുന്നു. അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ ഈ വാരം നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ വളരെ ഗുണം ചെയ്യും. പൊതുവെ ആരോഗ്യനില ഈ വാരം തൃപ്തികരമാണ്. ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദവും ഈ വാരം ഒഴിവാക്കേണ്ടതാണ്. ഈ വാരം വ്യായാമം ചെയ്യുക, കൂടുതൽ ഉന്മേഷം ലഭിക്കും.
ഈ ആഴ്ചയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം എന്ന് നോക്കിയാൽ, കോപത്തിൽ എടുത്ത തീരുമാനങ്ങൾ ഒഴിവാക്കുക. ആരെയും അന്ധമായി ഈ വാരം നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. പ്രധാന രേഖകളിൽ ഒപ്പിടുമ്പോൾ ഈ വാരം 2 തവണ പരിശോധിക്കുക. യാത്രകളിൽ ഈ വാരം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതും ഈ വാരം നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ വാരം നിങ്ങളുടെ ഭാഗ്യസൂചനകൾ: ഭാഗ്യനിറം മഞ്ഞ, ഭാഗ്യസംഖ്യ 3, ഭാഗ്യദിവസം വ്യാഴാഴ്ച. വ്യാഴാഴ്ച അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദത്താത്രേയ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് ഗുണകരമാണ്. കഴിയുമെങ്കിൽ കടലപ്പരിപ്പ് അല്ലെങ്കിൽ മഞ്ഞപ്പൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണകരമാണ്. വിശ്വാസപ്രകാരം ഇത് മനഃശാന്തിയും ആത്മവിശ്വാസത്തിനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും നിങ്ങൾക്ക് സഹായകരമാകും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ മന്ത്രം ഓം ബൃഹസ്പതയേ നമ. ഈ മന്ത്രം രാവിലെ കുളിച്ച് ഭക്തിപൂർവം 21 പ്രാവശ്യം ജപിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസവും മനസ്സമാധാനവും വർദ്ധിക്കും. തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും. മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ ധനുരാശിക്കാർക്ക് ഈ ആഴ്ച അവസരങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളും ഒരുമിച്ച് വരുന്ന ഒരു വാരമാണ്. ക്ഷമയോടെയും വിവേകത്തോടെയും ഈ വാരം നിങ്ങൾ മുന്നോട്ട് പോയാൽ തൊഴിൽ, കുടുംബം, സാമ്പത്തികം എന്നീ മേഖലയിൽ നല്ല പുരോഗതി കൈവരിക്കാൻ നിങ്ങൾക്ക് സാധ്യത കാണുന്നു. ചെറിയ പിഴവുകൾ ഒഴിവാക്കി ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നേറുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജ്യോതിഷവുമായ എല്ലാ പുതിയ വീഡിയോകൾക്കും ആദ്യം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.